ശല്യം വളരെ കൂടുതലാണ് കേരളത്തിൽ. തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര നിയമം. തെരുവ് നായ്ക്കളുടെ അക്രമം അവസാനിപ്പിക്കുവാൻ വലിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതികളും ത്രിതല പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്. ABC പദ്ധതി ത്രിതല പഞ്ചായത്തുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പേപ്പട്ടി കാരണം അല്ലെങ്കിൽ തെരുവ് നായ കാരണം പലർക്കും പുറത്തിറങ്ങാൻ, കുട്ടികളെ പുറത്തു വിടുവാനുള്ള വലിയ ബുദ്ധിമുട്ടുകളും നമ്മുടെ നിലവിലെ സാഹചര്യത്തിലുണ്ട്. ആ സമയത്താണ് പേപ്പട്ടി കടിച്ചാൽ പേവിഷബാധയ്ക്ക് വേണ്ടി റാബിസ് വാക്സിനുകളാണ് നമ്മൾ എടുക്കുന്നത്. ഈ റാബിസ് വാക്സിനുകൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ടെൻഡർ നൽകിയിട്ടുള്ള കമ്പനി ഏതാണെന്നോ, ഈ കമ്പനിയിൽ നിന്നും എത്ര മരുന്നുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നോ, ഏതൊക്കെ ബാച്ച് നമ്പറുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഏതൊക്കെ ബാച്ച് നമ്പറാണ് വിതരണം ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ 2 മാസക്കാലമായി 7-8 കുട്ടികൾ വാക്സിൻ എടുത്തിട്ട് മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഈ വാക്സിനുകളുടെ ബാച്ച് നമ്പറുകൾ ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ വിവരങ്ങളില്ല എന്നുള്ളതാണ് വിവരാവകാശ നിയമം കൊടുത്തപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സർക്കാരിന് നിക്ഷിപ്തമായിരിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അവർ പർച്ചേസ് ചെയ്യുന്ന, അവർ വിതരണം ചെയ്യുന്ന ഒരു മരുന്നിന്റെ വിവരങ്ങൾ ഇല്ല എന്ന് പറയുന്നത് എന്ത് ലാഘവത്തോടു കൂടിയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള വലിയ ഒരു പോരായ്മ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്.